ഹലോ, ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ 2 പുതിയ ഇമിഗ്രേഷൻ ഫയൽ പ്രോഗ്രാം ഗവൺമെന്റ് ഓഫ് കാനഡ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഈ 2 പ്രോഗ്രാംസും റൂറൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഉള്ള അവിടെ സെറ്റിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നേരെ പെർമനന്റ് റെസിഡന്റ് ആയിട്ട് തന്നെ കാനഡയിലേക്ക് വരാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് RCIP, റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ ഫയൽ. സെക്കൻഡ് വൺ ഈസ് FCIP, that is Francophone Community Migration Plan. ഈ 2 പ്രോഗ്രാമിനും ചില കാര്യങ്ങൾ വളരെ കോമൺ ആണെന്നുള്ളത് കൊണ്ടാണ് ഇത് 2 ഒരുമിച്ച് തന്നെ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇതിന് ഒരു certain set of communities അവർ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് RCIP-നെ സംബന്ധിച്ചിടത്തോളം there are 14 communities already registered with this program. ഈ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീസ്, ഈ പർട്ടിക്കുലർ റൂറൽ ഏരിയയിൽ അവിടെ സെറ്റിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ റൂറൽ ഏരിയയിൽ നിന്നുള്ള ഡെസിഗ്നേറ്റഡ് എംപ്ലോയ്മെന്റ് ഓഫർ ഉണ്ട്. അവർ ചില മിനിമം റിക്വയർമെന്റ് ഉള്ള ചില ലൈക്ക് അഡീഷണൽ റിക്വയർമെന്റ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് ആസ് ദിയർ ലാംഗ്വേജ് എബിലിറ്റി, ചില കേസിൽ വർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്, ചില കേസിൽ അതിന് എക്സംഷൻ ഉണ്ട്. അങ്ങനെയുള്ള ചില റിക്വയർമെന്റ്സ് പറയുന്നുണ്ട്. അതൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് PR അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റിലാണെങ്കിൽ ഇതിനേക്കാൾ വിട്ട് അഡീഷണൽ ആയിട്ട് വേണ്ടത് അതിന് സൈനപ്പ് ചെയ്തിട്ടുള്ള ചില കമ്മ്യൂണിറ്റീസിലേക്ക് വേണ്ടി മാത്രമാണ് അഡീഷണൽ ആയിട്ട് അവർക്ക് ഫ്രഞ്ച് ലാംഗ്വേജിലുള്ള പ്രൊഫഷൻസി കൂടെ റിക്വയർഡ് ആണ്. അതിന് എലിജിബിൾ ആണ്. സോ RCIP എന്ന് പറയുന്ന റൂറൽ ഇമിഗ്രേഷൻ RCIP എന്ന് പറയുന്ന റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റിൽ 14 പാർട്ടിസിപ്പേറ്റിംഗ് കമ്മ്യൂണിറ്റീസ് ആണുള്ളത്. ഈ 14 കമ്മ്യൂണിറ്റീസ് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എലിജിബിൾ എംപ്ലോയറുടെ കയ്യിൽ നിന്നുള്ള എംപ്ലോയ്മെന്റ് ഓഫർ ഉള്ള ഒരാൾക്കാണ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആ ആൾക്ക് അതിന് ഉള്ള കമ്മ്യൂണിറ്റീസ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നോവസ്കോഷ്യയിലുള്ള ഒരു കമ്മ്യൂണിറ്റി പിച്ചാവെന്ന് പറയുന്നത്, പിന്നെ ഒണ്ടാരിയോ എന്ന് പറയുന്ന പ്രോവിൻസിൽ 5 കമ്മ്യൂണിറ്റീസ് ആണുള്ളത്. മാനിറ്റോബയിൽ അതുപോലെ 3 കമ്മ്യൂണിറ്റീസ് ഉണ്ട്. സസ്കാച്ചുവനിൽ ഒരെണ്ണേ ഉള്ളൂ, മൂസ് ജോ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ BCയിലാണെങ്കിലും ബ്രിട്ടീഷ് കൊളംബിയയിലാണെങ്കിലും 3 കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ആൽബർട്ടയിൽ ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെയുള്ള 14 പാർട്ടിസിപ്പേറ്റിംഗ് കമ്മ്യൂണിറ്റീസിലുള്ള എംപ്ലോയേഴ്സിൻ്റെ കയ്യിലുള്ള ജോബ് ഓഫറാണ് വേണ്ടത്. ഈ എംപ്ലോയേഴ്സ്, ആ സ്ഥലത്തുള്ള എംപ്ലോയേഴ്സ് അതിന് ക്വാളിഫൈഡ് ആകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 വർഷങ്ങളുമായിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവിടുത്തെ ഒരു ബിസിനസിന്റെ ഒരു 75% ബിസിനസ്സും ആ കമ്മ്യൂണിറ്റി തന്നെ അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് അവർ അതിന് എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയേഴ്സ് എന്നുള്ള രീതിയിൽ അവർ പരിഗണിക്കുക. ഈ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആ പ്രോവിൻസിൽ അല്ലെങ്കിൽ ആ ഏരിയയിൽ, ആ കമ്മ്യൂണിറ്റിയിൽ റിസൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടെ പെർമനന്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ഇന്റൻഷൻ ഉള്ള ആളുകളെയാണ് അവർ ഈ പ്രോഗ്രാമിൽ അവർ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, അവിടെ നമുക്ക് പല കേസുകളിലും വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ അതിനകത്ത് എക്സംഷൻ ഉണ്ട്. ലാംഗ്വേജ് എബിലിറ്റിയുടെ റിക്വയർമെന്റ് ആവശ്യമുണ്ട്. അതിൽ പക്ഷക്കാരുടെ മേൽ അതിന്റെ ബാർ കുറവാണ്. സാധാരണ മിക്കവാറും ആളുകൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ലാംഗ്വേജ് എബിലിറ്റിയുടെ ഇതായിരുന്നു. ഇതിന് മറ്റു പല ഇമിഗ്രേഷൻ പാത്വേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ലെസ് കോമ്പറ്റീറ്റീവ് ആണ്. Provided you have like some connections in that province, അതെന്തെങ്കിലും അവിടുത്തെ റിക്വയർഡ് ജോബ് ഓഫർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഹൈ ലെവൽ ഓഫ് CRS സ്കോർ ആവശ്യമില്ല. ഇതൊരു ഡ്രോ നോക്കിയിട്ട് അങ്ങനെയല്ല പോകുന്നത്. ഇവിടെ അതിനകത്ത് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ യു ക്യാൻ അപ്ലൈ ഫോർ പെർമനന്റ് റെസിഡൻസി എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് FCIP അല്ലെങ്കിൽ ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് പറയുന്നത്. അതിനകത്ത് പക്ഷേ 6 കമ്മ്യൂണിറ്റീസാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിനകത്തുള്ള 6 കമ്മ്യൂണിറ്റീസിൽ 3 കമ്മ്യൂണിറ്റീസ് ഒണ്ടാരിയോയുള്ളതാണ്. ഒരു കമ്മ്യൂണിറ്റി നോവസ്കോഷ്യയിലും ഒരു കമ്മ്യൂണിറ്റി ആൽബർട്ടയിലുമാണ് അതിനകത്തുള്ളത്. ഈ കമ്മ്യൂണിറ്റീസിനകത്ത് 2 കമ്മ്യൂണിറ്റീസ്, അതായത് സൺബറിയും ടിമിൻസും ഈ 2 പ്രോഗ്രാമിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 18 കമ്മ്യൂണിറ്റീസ് ആണ് ഈ 2ലും കൂടി പങ്കെടുക്കുന്നത്. പക്ഷെ ടിമിൻസും സൺബറിയും ഫ്രാങ്കോഫോൺ FCIP-യിലുണ്ട്, അതുപോലെ തന്നെ RCIP-യിലുണ്ട്. 2ലും പങ്കെടുക്കുന്ന കമ്മ്യൂണിറ്റീസ് ആണ്. അപ്പോൾ ആ റീജിയനിലുള്ള ജോബ് ഓഫർ നമുക്ക് വേണ്ടി വരും. FCIP-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ റിക്വയർമെന്റ്സിന് പുറമെ നിങ്ങൾക്ക് അവിടുത്തെ ഫ്രഞ്ച് ലാംഗ്വേജിലുള്ള പ്രൊഫഷൻസി പ്രൂഫും കൂടെ നമുക്ക് കാണിക്കേണ്ടതായിരുന്നു. ഇതാണ് ഈ 2 പുതിയ ഇമിഗ്രേഷൻ പാത്വേസ് അല്ലെങ്കിൽ പൈലറ്റ് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കാനഡ. നെക്സ്റ്റ് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ FCIP, which is Francophone Community
ഇമിഗ്രേഷൻ പൈലറ്റ്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 6 കമ്മ്യൂണിറ്റീസാണ്. അതിനകത്ത് 3 കമ്മ്യൂണിറ്റീസ് ഒണ്ടാരിയോയിലുള്ള കമ്മ്യൂണിറ്റീസാണ്. ഒരെണ്ണം ബ്രിട്ടീഷ് കൊളംബിയയിൽ, ഒരെണ്ണം ന്യൂ ബ്രൗൺസിക്കിൽ, ഒരെണ്ണം മാനിറ്റോബയിൽ. അങ്ങനെയുള്ള 6 പ്രോവിൻസസ് ആണ്, 6 കമ്മ്യൂണിറ്റീസാണ് അതിനകത്തുള്ളത്. ഈ 6 ഒരു 2 കമ്മ്യൂണിറ്റീസ്, അതായത് ടിമിൻസ്, ഒണ്ടാരിയോ ടിമിൻസ്, അതുപോലെ ഒണ്ടാരിയോ സഡ്ബറി, ഇത് രണ്ടും RCAP പ്രോഗ്രാമിലുണ്ട്. അപ്പോൾ അവിടെയുള്ള ജോബ് ഓഫർ രണ്ടിലും എംപ്ലോയർ ആണെങ്കിലും രണ്ടിലും നമുക്ക് പറ്റുന്നതാണ്. RCAP നേരത്തെ പറഞ്ഞ റിക്വയർമെന്റിനേക്കാൾ വിട്ട് നമുക്ക് ഇതാണെങ്കിലും അവിടെയുള്ള ജോബ് ഓഫർ നമുക്ക് ആവശ്യമില്ല. പക്ഷെ അതിനേക്കാൾ വിട്ട് നമുക്ക് ഫ്രഞ്ച് ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസിയുടെ പ്രൂഫും കൂടെ നമുക്ക് ഇതിനകത്ത് വേണ്ടതായിട്ട് വരും ഈ പർട്ടിക്കുലർ പ്രോഗ്രാമിൽ എലിജിബിൾ ആകുന്നത്. അപ്പൊ ഇതാണ് ഈ 2 പുതിയ പ്രോഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ താരതമ്യേന ലെസ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹയർ CR സ്കോർ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പെർമനന്റ് റെസിഡൻസിയിലേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും പുതിയ 2 പാത്വേസ് ആണ് ഈ 2 പ്രോഗ്രാംസ്.